ഇന്നൊരു മട്ടർ പനീറിൻ്റെ റെസിപ്പി കണ്ടാലോ? അതും കേരള ടച്ചുള്ള ഒരു മട്ടർ പനീർ. മട്ടർ പനീർ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണല്ലോ. അത് ചപ്പാത്തിയുടെയോ പൊറാട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. പക്ഷേ നമ്മുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കണമെങ്കിൽ അതിനൊരു കേരള ടച്ച് തന്നെ വേണം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണ ഈ ഒരു കറി നമ്മുടെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 മീഡിയം സവോള നീളത്തിലരിഞ്ഞതും, ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചതും, പിന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ച്, 4 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണ് 2 മതി. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ഗ്രീൻ പീസ് എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ ഈ ഉരുളിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞു വെച്ച സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ അല്പം ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി സവോള എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയേ. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് പച്ചമുളകാണ് ചേർക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കാറ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പം ഇത് അരച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് മിക്സിയിലിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമ്മുടെ ഉരുളിയിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സെപ്പറേറ്റ് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വെള്ളം ചേർക്കാതെ അരച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് കുമ്പളകൾ വരുന്നുണ്ടെങ്കിലും പുറത്തേക്ക് തെറിക്കില്ല ഇത്. അപ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞും കിട്ടും. മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് മസാല വരട്ടുന്നതനുസരിച്ച് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മസാല നമുക്ക് കുറച്ചുകൂടി ഒന്ന് വരട്ടിയെടുക്കണം. വെള്ളം ഒഴിച്ച് അരയ്ക്കാത്ത കാരണം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മസാല ഡ്രൈ ആകുന്നതനുസരിച്ച് മിക്സിയുടെ ജാറിലെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. വെള്ളം ഇല്ലാതെ ഒരുപാട് സമയം ഇട്ട് വഴറ്റി കഴിയുമ്പോൾ അതിനൊരു കയ്പ്പ് വരില്ലെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. നോർത്ത് ഇന്ത്യൻ റെസിപ്പികളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ നാടൻ കറികളൊക്കെ വെക്കുമ്പോഴാണ് തേങ്ങയും തേങ്ങാപ്പാലും എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും. ഇതാണെങ്കിൽ സവോളയോ തക്കാളിയോ വെളുത്തുള്ളിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഈ മസാല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒറ്റയടിക്ക് ഒഴിക്കേണ്ട, 1-2 പ്രാവശ്യമായിട്ട് ഒഴിക്കാം. നമ്മൾ ഇതുപോലെ വഴറ്റി ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒന്ന് ആദ്യമേ തക്കാളി സവോളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറിയാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും വഴണ്ട് വരാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായി വരുന്നവരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ കൂടുതൽ ഒഴിക്കുന്നവരാണെങ്കിൽ ഇത് മസാല മൂത്തോന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ എണ്ണ കുറച്ച് ഒഴിക്കുന്ന കാരണം ഇതിൻ്റെ മണം വെച്ചിട്ട് വേണം മസാല മൂത്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും മിക്സിയുടെ ജാറിലെ ബാക്കി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ മസാല മൂത്ത് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുമല്ലോ. അപ്പം നമുക്കറിയാൻ പറ്റും മസാല മൂത്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുള്ള ഒരു സ്മെല്ല് വരില്ലേ, അത് വരുമ്പം തന്നെ അറിയാൻ പറ്റും മസാല മൂത്തിട്ടുണ്ടോയെന്ന്. അതുപോലെ തന്നെ ഉരുളിയുടെ അടിയിൽ പിടിക്കാതെ നമ്മൾ ഇളക്കുമ്പം ഉരുളി നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മസാല മൂത്തു എന്ന് അർത്ഥം. അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ പീസ് ഒന്ന് വഴറ്റിയിട്ട് നല്ല തിളച്ച വെള്ളം ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഗ്രീൻ പീസ് വേകാനൊന്നും അധികം സമയം എടുക്കില്ല. ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മസാല നന്നായിട്ട് വഴറ്റിയെടുക്കാതെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കരുത്. ശരിക്കും വഴറ്റിയില്ലെങ്കിലുണ്ടല്ലോ സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മാക്സിമം ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതിയേ. ഇടയ്ക്ക് ഞാൻ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ. ഇനിയിപ്പം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഗ്രീൻ പീസിൽ പിടിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീറാണിത്. പനീർ ഞാൻ വറക്കാതെ തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പലരും പനീർ വറുത്തിട്ടാണ് ഇതിലേക്ക് ഇടാറ്. ഇതുപോലെ പച്ചക്ക് ഇടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നല്ല സോഫ്റ്റായിട്ടിരിക്കും പനീർ. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇത് അടുപ്പത്ത് വെച്ചേക്കരുത്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറി ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാതിരുന്നാൽ മതി. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റ തിള വന്നാൽ മതി, ഒരുപാട് തിളപ്പിക്കരുത്. വെള്ളം ആവശ്യത്തിനാക്കിയിട്ട് വേണം തിളപ്പിക്കാൻ വെക്കാനായിട്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർ 2ാം പാലെടുത്തിട്ട് അതിനകത്ത് ഇതിട്ട് വേവിച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ കുറുകിയ തേങ്ങാപ്പാൽ മാത്രം ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ.
അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ കളറ് വ്യത്യാസം വന്നില്ലേ കറിയുടെ. ഇതിനിപ്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലാണ് വേണ്ടതെങ്കിൽ അതിനകത്തേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ അപ്പത്തിൻ്റെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല് പോലെയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഈ ഒരു കറിക്കകത്ത് ഞാൻ ഇഞ്ചി ചേർക്കുന്നത് ഇതുപോലെയാണ്. കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങിടും. മസാലയുടെ കൂടെ ഈ ഇഞ്ചി ചേർക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്